നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്ന് 25 നവംബർ ഞാൻ ഇന്ന് കാണിക്കുന്ന 2 സ്റ്റോക്ക് പെർഫോമൻസ് ആണ്, ബ്രിട്ടാനിയ ആൻഡ് JSW. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഇതൊരു നമ്മുടെ സ്കാനറാണ്. ഈ സ്കാനറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് ഇതിൻ്റെ ട്രെൻഡ് അറിയാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് 100 ചാർട്ട് വരെ ആഡ് ചെയ്യാം. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഇതിൻ്റെ ആരോ വേസ് നമുക്ക് അതിൻ്റെ സിഗ്നൽസ് എന്താണെന്നുള്ളതും ട്രെൻഡ് എന്താണെന്നുള്ളതും അറിയാൻ പറ്റും. അപ്പം ഇത് ലൈവായിട്ട് ഇതിൻ്റെ സ്ട്രാറ്റജി ലൈവായിട്ട് പഠിക്കാനോ കാണാനോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. കോൾ ഓർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പം ബ്രിട്ടാനിയ ഫസ്റ്റ് ബ്രിട്ടാനിയ കാണിക്കാം. ബ്രിട്ടാനിയ നമുക്ക് രാവിലെ ബൈ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് 4958. ഇപ്പോൾ അറൗണ്ട് 1 മണിയാവുന്നത്. ഇപ്പോൾ രാവിലെ 9:20 ബൈ വന്നിരിക്കുന്നത് 4885 ഈ വൈറ്റ് കളറിലെ ലൈൻ ഡേ സെപ്പറേഷൻ ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സോഫ്റ്റ് നമുക്ക് ബൈ തന്നിട്ടുണ്ടായിരുന്നു. ഇത് കൺഫേം ആണെങ്കിൽ മാത്രം നമ്മൾ എടുത്തേച്ചാൽ അത് കൺഫർമേഷൻ ആരോ വന്ന ശേഷം തൊട്ട് താഴത്തെ ബാർ ഇതുപോലെ ഗ്രീൻ ആയിരിക്കണം ആൻഡ് പ്രൈസ് ഇവിടെ ബൈ സോൺ ആയിരിക്കണം. 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തേച്ചാൽ മതി. 2 കൺഫർമേഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് പറഞ്ഞ സിഗ്നൽ ഓട്ടോമാറ്റിക് ആണ്. സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ അലർട്ട് മെസ്സേജ് ഏറ്റവും മേഖല അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാണിക്കും. ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടാർഗറ്റും കാണിച്ചു. അതായത് സിഗ്നൽസ് വരുമ്പോൾ തന്നെ സോഫ്റ്റ് 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഡിസ്പ്ലേ വരും. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്. ഇതിപ്പോൾ ഒരു ഗ്യാപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ ഗ്യാപ്പ് അപ്പ് മാർക്കറ്റിലെന്ന് വെച്ചാൽ റിവേഴ്സിൻ്റെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം നമുക്ക് താഴത്തെ ബാറും പ്രൈസും ഒക്കെ കൺഫേം ആണെന്നുണ്ടെങ്കിലും റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ വെച്ച് എൻട്രി ആയിരുന്നു. ഈ ഒരു റെഡ് സ്റ്റാർ കണ്ടോ, അത് റെസിസ്റ്റൻറ്റിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവലാണ്. അവിടെ വെച്ച് നമുക്ക് അതിനെ ഡയറക്റ്റ് ബൈ ചെയ്തായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ബൈ വന്ന ശേഷം ആ ഒരു ഗ്യാപ്പ് അപ്പിൽ വന്ന കാരണം മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം റെസ്റ്റിന് ആക്ച്വലി നമുക്ക് റെസ്റ്റിന് എടുത്ത ശേഷം അവിടുന്ന് ഒരു പ്രോപ്പറായിട്ടുള്ള അപ് ട്രെൻഡ് വന്നത്. അപ്പോൾ ഇതാദ്യം ഞാൻ കാണിച്ചത് ബ്രിട്ടാനിയയുടെ ചാർട്ടാണ്. ഇപ്പോൾ രണ്ടാമത് കാണിക്കുന്നത് JSW നമുക്ക് രാവിലെ ഡൗൺഫോൾ ആണ് മാർക്കറ്റിൽ വന്നത്. ഒരു 9:20 സെല്ല് വന്നിട്ടുണ്ടായിരുന്നു. 965 സെല്ല് വന്നത്. അത് 2 കൺഫർമേഷൻ നമുക്ക് തേർഡ് ക്യാനിലാണ് കൺഫർമേഷൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കൺഫേം ആയത്. തേർഡ് ക്യാനിലാണ് നമുക്ക് താഴത്തെ ബാറും പ്രൈസ് സോണും ഓക്കെ ആയി കിട്ടിയത്. അപ്പം അവിടുന്ന് മാർക്കറ്റ് നന്നായിട്ട് ഇറങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് കയറി പിന്നെ സപ്പോർട്ടിനെ എടുത്തിട്ട് ഇറങ്ങി വരുവാണ്. ഇപ്പോഴും ചെറുതായിട്ടൊന്ന് കയറുവാണ്. പക്ഷേ ഇനി ഒരു ഡൗൺഫോളിൽ അതിനാണ് സാധ്യത. ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിന്ന് കാണിച്ചത് ബ്രിട്ടാനിയയുടെയും JSWയുടെയും ഇൻട്രാഡേ പെർഫോമൻസ് ആണ്. നമുക്ക് ഇൻട്രാഡേ സ്വിംഗോ സ്കാൽപ്പിംഗ് ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം ലൈവ് മാർക്കറ്റിലാണ്. ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണുമെങ്കിൽ നമ്മൾ കാണിക്കുന്ന വീഡിയോസൊക്കെ ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് ലൈവിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.